ഇന്ന് നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മളിത് ചെയ്യാനായിട്ട് മൈദാമാവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുമ്പ് ഞാൻ ഗോതമ്പ് പാലപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പം മൈദാമാവ് കൊണ്ട് ഒരെണ്ണമാണ്. അപ്പം പാലപ്പം ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദാമാവ് അരിച്ചെടുത്ത് ഒരു ബൗളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മിക്സിയുടെ ഒരു ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് വേണ്ടത് ചോറാണ്. നമ്മൾ ഒരു തവി ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തവി മാത്രം ചേർത്താൽ മതി, കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 1 കപ്പ് മാവല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പം ഒരു തവി ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ എത്ര ചോറ് ചേർത്തോ അതേ അളവിൽ തേങ്ങ ചിരകിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് ഈസ്റ്റാണ്. വളരെ കുറച്ച് ഈസ്റ്റ് മതി, ഒരുപാട് ഈസ്റ്റൊന്നും വേണ്ട. അപ്പം ഒരു 1/4 ടീസ്പൂണിലൊക്കെ താഴെ ചേർത്താൽ മതിയാകും. അപ്പോൾ ഈസ്റ്റ് കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഈസ്റ്റ് ചേർത്തതിന് ശേഷം വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. കോഴിമുട്ട കൂടി നമ്മൾ ഇതിലേക്കങ്ങ് പൊട്ടിച്ചൊഴിക്കുകയാണ്. കോഴിമുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പ്രത്യേക അളവൊന്നും പറയുന്നില്ല. മധുരം കൂടുതൽ ആവശ്യമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇനി വേണ്ടത് ഉപ്പാണ്. നമ്മുടെ പാലപ്പത്തിന് ആവശ്യമുള്ള ഉപ്പ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് വെള്ളമാണ്. ഇതൊന്ന് കലക്കി എടുക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് സ്പൂണ് വെച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ മാവ് നമ്മൾ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല ഭംഗിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി വെള്ളം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിക്നെസ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. കൂടുതൽ തിക്നെസ് ആയിക്കഴിഞ്ഞാൽ പാലപ്പം നല്ല രീതിയിൽ കിട്ടില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഇരിക്കാൻ. ഇനി നമുക്ക് ഈ മാവ് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് അടച്ച് വെക്കാം. കൂടുതൽ നേരം വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം 30 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് വലുതായി പൊങ്ങി വരിക ഒന്നുമില്ല. ഒരു മണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറൊക്കെ ഇരുന്നാൽ നന്നായിട്ട് മാവ് പൊങ്ങി വരും. ഇനി നമുക്ക് മാവ് 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. മാവ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അപ്പച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് അപ്പച്ചട്ടി നല്ല ചൂടായതിന് ശേഷം മാത്രമേ മാവ് കോരിയൊഴിക്കാൻ പാടുള്ളൂ. നന്നായിട്ട് ചൂടായതിന് ശേഷം, ഇല്ലെങ്കിൽ ഹോൾസ് ഒന്നും വരില്ല. നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഹോൾസൊക്കെ വരികയുള്ളൂ. അപ്പം അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പാലപ്പത്തിൻ്റെ മാവ് കോരി ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ അപ്പച്ചട്ടി ചുറ്റിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ഈ രീതിയിൽ ഇനി മൈദാപ്പാലപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. മിക്ക ആൾക്കാരും ഗോതമ്പ് പാലപ്പമൊക്കെ ഉണ്ടാക്കാറുണ്ട്. മൈദ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന പാലപ്പമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.